ഹായ്, ശരത്താണ്. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് ഫെഡറൽ ബാങ്കിനെ കുറിച്ചിട്ടാണ്. ഫെഡറൽ ബാങ്ക് നോക്കിയാൽ കഴിഞ്ഞ ഒരു വർഷം 2 വർഷമൊക്കെ നോക്കിയാൽ നല്ല രീതിയിൽ റിട്ടേൺസ് ജനറേറ്റ് തന്നിട്ടുള്ള ബാങ്കാണ് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച്. ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷം നോക്കിയാൽ ഏകദേശം 200 രൂപ ആ റേഞ്ചിലൊക്കെ കിടക്കുന്ന സ്റ്റോക്ക് ഇപ്പോൾ നോക്കിയാൽ 350 രൂപയ്ക്ക് മുകളിലേക്കൊക്കെ സ്റ്റോക്കിന്റെ പ്രൈസ് പോയിട്ടുണ്ട്. സോ ആ ഒരു രീതിയിലുള്ള ഗ്രോത്ത് കാര്യങ്ങളൊക്കെ എന്തുകൊണ്ടാണ് ഫെഡറൽ ബാങ്ക് വന്നിരിക്കുന്നത്, അതുപോലെ തന്നെ ഫ്യൂച്ചറിലേക്ക് നോക്കിയാൽ ഈ ബാങ്കിൽ എന്തൊക്കെ പൊട്ടൻഷ്യൽ ഉണ്ട്, ഇനി വളരാൻ സാധ്യതയുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ അവരുടെ Q1 റിസൾട്ട്, അതുപോലെ തന്നെ അതിനനുസരിച്ചിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന ആ ഒരു ബിസിനസ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ബാങ്കിങ് കമ്പനീനെ അല്ലെങ്കിൽ ബാങ്കിനെ നമ്മൾ എങ്ങനെയാണ് ഒരു ഇൻവെസ്റ്റർ എന്നുള്ള രീതിയിൽ നോക്കേണ്ടത് എന്നുള്ള കാര്യമാണ്. അതല്ലാതെ എന്താണ് ബാങ്കിൽ നടക്കുന്നത്, എന്താണ് അവരുടെ ബിസിനസ്, അങ്ങനത്തെ കാര്യങ്ങളും ജനറൽ ആയിട്ടുള്ള ടോപ്പിക്കിനെ പറ്റിയിട്ടല്ല സംസാരിക്കാൻ പോകുന്നത്. നമ്മളിവിടെ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ എല്ലാ ക്വാർട്ടറുകളിലും കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യേണ്ട, അല്ലെങ്കിൽ നമ്മളൊരു ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അതല്ലാതെ വെറുതെ ജനറൽ ആയിട്ടുള്ള ബാങ്കിങ് കാര്യങ്ങളെ പറ്റിയിട്ടൊന്നുമല്ല സംസാരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഇങ്ങനെ ഈ ഒരു ഫെഡറൽ ബാങ്കിന് ഇപ്പോൾ ഓൾറെഡി നല്ല ഗ്രോത്ത് കാര്യങ്ങളൊക്കെ തന്നു കഴിഞ്ഞു. സോ അത് നമ്മൾ ഇനിയും ഡിസ്കസ് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് അണ്ടർസ്റ്റാൻഡ് ചെയ്തുകൊണ്ട് ഫ്യൂച്ചറിൽ എന്തൊക്കെ പൊട്ടൻഷ്യൽ ഉണ്ട് ഈ ഒരു ബാങ്കിലും, അതേപോലെ തന്നെ ഫ്യൂച്ചറിൽ വേറെ ബാങ്കുകൾ നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഒറ്റ വീഡിയോ കണ്ടിട്ട് ഇതിനെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ 1-2 തവണ ചിലപ്പോൾ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കാണാനായിട്ട് വരും, സീരിയസ് ആയിട്ട് നോക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ. സോ ആ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വേറെ ബാങ്കുകളിലും ഇതേ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് അത് ട്രാക്ക് ചെയ്യാനായിട്ടൊക്കെ പറ്റും. അതല്ലാതെ ഇതൊരു സ്റ്റോക്കിന്റെ ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ ആയിട്ട് കാര്യങ്ങളായിട്ടൊന്നും എടുക്കരുത്. ഇത് ആദ്യം തന്നെ പറയുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ബൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രമേ സ്റ്റോക്കുകളിലൊക്കെ ബൈ ചെയ്യാനും കാര്യങ്ങളൊക്കെ ചെയ്യാവുള്ളൂ. അതല്ലാതെ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോഫിറ്റിൽ തന്നെ നല്ല രീതിയിൽ അഫക്ട് ചെയ്യാനും നമ്മുടെ ക്യാപിറ്റലൊക്കെ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത കൂടുതലുള്ള ഒരു ഏരിയ ആണ് ഈ പറഞ്ഞ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് സ്റ്റഡി ചെയ്തിട്ട് ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ മേക്ക് ചെയ്യുക. സോ അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വേറെ സ്റ്റോക്കുകളിൽ, വേറെ ബാങ്കുകളിൽ, അങ്ങനത്തെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ കൃത്യമായിട്ട് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് കാര്യങ്ങളൊക്കെ പറ്റണം. നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം. ആദ്യം ബേസിക് ആയിട്ട് ബാങ്കുകളുടെ ബിസിനസ് എന്താണെന്ന് നോക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും ബേസിക് ആയിട്ട് അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ എലാബറേറ്റ് ആയിട്ട് പോകുന്നത് നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ, അതായത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ട്രാക്ക് ചെയ്യേണ്ടെന്നുള്ള കാര്യങ്ങളിലേക്കാണ് നമ്മൾ കൂടുതലായിട്ട് നോക്കാനായിട്ട് പോകുന്നത്. സോ അവിടെ നോക്കുമ്പോൾ ബാങ്കുകൾ ഡിപ്പോസിറ്റ്സ് എടുക്കുന്നു. ഇപ്പം നമ്മുടെ നിന്നോ അല്ലെങ്കിൽ വേറെ പല സ്ഥലങ്ങളിൽ നിന്നും ഒരു ഡിപ്പോസിറ്റ് എടുത്തിട്ട് വേറെ ആളുകൾക്ക് ലോൺ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ ഡിപ്പോസിറ്റ് എടുക്കുന്ന സമയത്ത് ഈ എടുക്കുന്ന ഡിപ്പോസിറ്റ്, ഇപ്പം നമ്മൾ ബാങ്കിൽ പൈസ ഇടുന്നുണ്ടെങ്കിൽ ആ പൈസയ്ക്ക് ഒരു ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടായിട്ടുണ്ട്. ബാങ്കിനെ സംബന്ധിച്ച് നമ്മളിവിടെ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ ബാങ്കിന്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കണം. കാരണം നമുക്ക് ആ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് ബാങ്കിൽ ഗ്രോത്ത് വന്ന് അതിൽ നിന്ന് റിട്ടേൺ എടുക്കാനായിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അതല്ലാതെ നിങ്ങൾ ഫെഡറൽ ബാങ്കിൽ ഒരു ഒരു അക്കൗണ്ട് ഹോൾഡറോ അല്ലെങ്കിൽ അവിടുന്ന് ലോൺ എടുത്തിട്ടുള്ള ഒരാൾ ആ ഒരു പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു ഇൻവെസ്റ്ററിന്റെ പെർസ്പെക്റ്റീവ് എന്താണെന്ന് മനസ്സിലാവാൻ പറ്റില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ നോക്കേണ്ടത് ഒരു ബാങ്കിന്റെ സൈഡിൽ നിന്നാണ് നോക്കേണ്ടത്. അപ്പോൾ ബാങ്ക് ഇവിടെ പൈസ എടുക്കുന്ന സമയത്ത് ബാങ്ക് ഈ പറയുന്ന ആരൊക്കെയാണോ അവിടെ പൈസ ഡിപ്പോസിറ്റ് ചെയ്യുന്നത് അവർക്കൊരു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടതായിട്ട് വരും. നമ്മൾ അവിടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്താൽ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിന് ഒരു ചെറിയൊരു പെർസെന്റേജ് അവർ ഇൻട്രസ്റ്റ് വരുന്നുണ്ട്. ഇപ്പോൾ ഫെഡറൽ ബാങ്കിന്റെ തന്നെ പറഞ്ഞാൽ ഈ ഒരു ക്വാർട്ടറിൽ നോക്കിയാൽ ഏകദേശം 2.6% ആണ് ഏകദേശം ഒരു ആവറേജ് എന്ന് പറയുന്നത് SB അക്കൗണ്ടിൽ കിട്ടുന്നത്. സോ ആ ഒരു രീതിയിൽ ഇവർ പല രീതിയിൽ ഇവർ ഫണ്ട് റേസ് ചെയ്യുന്നുണ്ട്. സോ അതിനൊക്കെ ഇവരൊരു ഇൻട്രസ്റ്റ് പുറത്തേക്ക് കൊടുക്കേണ്ടി വരുന്നത്. അതാണ് അവരുടെ കോസ്റ്റ് ഓഫ് ഫണ്ട് എന്ന് പറയുന്നത്. ഇവരുടെ ഡിപ്പോസിറ്റുകൾ കൊടുക്കുന്നതിന് കോസ്റ്റ് ഓഫ് ഡിപ്പോസിറ്റ് എന്ന് പറയും. ഇപ്പോൾ കോസ്റ്റ് ഓഫ് ഡിപ്പോസിറ്റ് ഉണ്ട്. ആ ഡിപ്പോസിറ്റ് നമ്മളെപ്പോലത്തെ ആളുകൾ നോർമൽ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന ആ പൈസ ഇവർ വേറെ ആളുകൾക്ക് ലോൺ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ FD ഇടുന്നുണ്ടെങ്കിൽ അത് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇവരിപ്പോൾ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയ്യുന്നു, അല്ലെങ്കിൽ പുറത്തുനിന്ന് ഫണ്ടുകൾ കാര്യങ്ങൾ റേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇവരുടെ ക്യാപിറ്റൽ റേസ് ചെയ്യുന്ന ഇവരുടെ ഡിപ്പോസിറ്റ് ബുക്കിനെ ഗ്രോ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുപോലെ NRI ഫണ്ട് വരുന്നു, അല്ലെങ്കിൽ ഈ പറഞ്ഞ NCDC നോൺ കൺവേർട്ടബിൾ ഡിബെഞ്ചേഴ്സ് ഇവർ ഇഷ്യൂ ചെയ്തുകൊണ്ട് അവർ ക്യാപിറ്റൽ റേസ് ചെയ്യാറുണ്ട്. സോ ഈ രീതിയിൽ പല രീതിയിൽ ബാങ്കിന് ഈ പറഞ്ഞ രീതിയിൽ ഫണ്ട് റേസ് ചെയ്യാനായിട്ട് വരും. അതിനൊക്കെ അവരൊരു കോസ്റ്റ് പുറത്തേക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. അതേപോലെ തന്നെ ഈ റേസ് ചെയ്യുന്ന ഫണ്ട് മുഴുവൻ ഇവർ ലോണായിട്ട് പുറത്തേക്ക് കൊടുക്കുന്നു. നമ്മളെപ്പോലുള്ള ആളുകൾക്കും അല്ലെങ്കിൽ ബിസിനസ്സുകൾക്കൊക്കെ ആയിട്ട് ഇവർ ലോണായിട്ട് കൊടുക്കുകയും ആ ലോണിന് ഇവർ ഇൻട്രസ്റ്റ് മേടിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു കമ്പനിയെ ട്രാക്ക് ചെയ്യുന്ന സമയത്ത് ഒന്നാമത് നോക്കേണ്ട കാര്യം എന്താണ്, ഇവരുടെ ഡിപ്പോസിറ്റിൽ ഗ്രോത്ത് വരുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കണം. ഡിപ്പോസിറ്റിൽ ഗ്രോത്ത് വരുമ്പോഴും അവിടെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ സ്പെസിഫിക് ആയിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഡിപ്പോസിറ്റിൽ ഏത് ഡിപ്പോസിറ്റ്സിലാണ് ഗ്രോത്ത് വരുന്നുള്ള കാര്യം നോക്കണം. പല രീതിയിൽ ഇപ്പം നമ്മളെപ്പോലത്തെ ആളുകൾ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന് തരുന്ന പലിശ എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. സെയിം ടൈമിൽ നമ്മളതൊരു FD ആയിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ അതിന് പലിശ കൂടുതലാണ്. അപ്പം നമുക്കറിയേണ്ടത് ഇവരുടെ ലോ കോസ്റ്റിലുള്ള ഡിപ്പോസിറ്റിന്റെ ഗ്രോത്ത് എത്രയാണെന്നുള്ള കാര്യം. ഈ പറഞ്ഞ ഡിപ്പോസിറ്റ് ഗ്രോത്തിൽ നമുക്ക് അവിടെ സ്പെസിഫിക് ആയിട്ട് ഈ കാര്യങ്ങളിൽ ഗ്രോത്ത് വരണം. ആ ലോ കോസ്റ്റ് എന്ന് പറയുന്ന കാര്യമാണ് കാസ എന്ന് പറഞ്ഞാൽ നമ്മുടെ കറണ്ട് അക്കൗണ്ടും സേവിംഗ് അക്കൗണ്ടിന് വളരെ ചെറിയ പലിശയാണ്, കാസയ്ക്ക് പലിശയില്ല. കറണ്ട് അക്കൗണ്ടിന് പലിശയില്ല. സോ അതുകൊണ്ട് തന്നെ ഇതിന്റെ രണ്ടിനോട് വരുന്ന പലിശ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും ബാങ്കിന് കൊടുക്കേണ്ടതായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കാസയിൽ നല്ല രീതിയിൽ ഗ്രോത്ത് വരുന്നുണ്ടെന്നുള്ള കാര്യം നമുക്കറിയണം. അതുപോലെ തന്നെ റീറ്റെയിലേഴ്സിന്റെ ഈ പറഞ്ഞ നമ്മളെപ്പോലെ ആളുകളുടെ
ഡിപ്പോസിറ്റ് ആയിരിക്കണം കൂടുതലായിട്ട് ഗ്രോ ചെയ്യേണ്ടത്. അതല്ലാതെ കോർപ്പറേറ്റ് ഡിപ്പോസിറ്റുകൾ അല്ലെങ്കിൽ ബൾക്ക് ആയിട്ടുള്ള ഡിപ്പോസിറ്റുകൾ വന്നു കഴിഞ്ഞാൽ അതിന് കമ്പാരിറ്റീവ്ലി ബാങ്ക് കൊടുക്കേണ്ടി വരുന്ന പലിശ എന്ന് പറയാൻ കമ്പാരിറ്റീവ്ലി കൂടുതലായിരിക്കും. നമ്മളെ പോലെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ കിട്ടുന്ന പലിശ ആയിരിക്കത്തില്ല ഈ പറഞ്ഞ ബൾക്കായിട്ട് വരുന്ന ഡിപ്പോസിറ്റുകൾ കൊടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ റീറ്റെയിൽ ഡിപ്പോസിറ്റ് ആയിരിക്കണം കൂടുതലായിട്ട് ഗ്രോ ചെയ്യുന്നത്. അതുപോലെ തന്നെ കാസ റേഷ്യോയിൽ കൃത്യമായിട്ടുള്ള ഗ്രോത്ത് കാര്യങ്ങൾ വരുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ നോക്കണം. സോ ഇതൊക്കെയാണ് ഡിപ്പോസിറ്റ് സൈഡിൽ നമ്മൾ നോക്കേണ്ടത്. ഇനി ഇവർ അസറ്റ് സൈഡ്, അതായത് ഇവർ കൊടുക്കുന്ന ലോണുകളുടെ സൈഡ് നോക്കിയാൽ ലോണുകളിൽ ഇവർ കൊടുക്കുമ്പോൾ ഇവർക്ക് അതിനകത്തൊരു ഇൻട്രസ്റ്റ് കിട്ടും. പല ലോണുകളുണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞ ഹൗസിംഗ് ലോൺ ഉണ്ട്, അതിപ്പോൾ ചിലപ്പോൾ 8%, 9% ഒക്കെ ആയിരിക്കും പലിശ. അതേപോലെ തന്നെ ഇപ്പം നമ്മൾ വെഹിക്കിൾ ലോൺ എടുത്ത് നോക്കി കഴിഞ്ഞാൽ, ഇപ്പോൾ വണ്ടികൾ മേടിക്കുന്നതിന് ലോൺ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ പാസഞ്ചർ വെഹിക്കിൾ ആണ് ചിലപ്പോൾ ഒരു 10%, 15%, ചിലപ്പോൾ 9%, 8% ഒക്കെ ആയിരിക്കും അവിടെ ലോൺ EMI ഈ പറഞ്ഞ റിട്ടേൺ ആയിട്ട് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടുന്നത്. അതേസമയത്ത് അത് കൊമേഴ്ഷ്യൽ വെഹിക്കിൾ ആണെങ്കിൽ ചിലപ്പോൾ അതിനെ കഴിഞ്ഞ് കൂടുതലായിരിക്കും. അതേപോലെ തന്നെ ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് ലോണുകളാണ് ചിലപ്പോൾ 20, 30, 35% ഒക്കെ ആയിരിക്കും പലിശയായിട്ട് കിട്ടുന്നത്. സോ ഈ രീതിയിൽ അല്ലെ മൈക്രോ ഫിനാൻസ് ലോണുകളാണെങ്കിൽ അതിന്റെ റേറ്റ് കൂടുതലായിരിക്കും. അതേപോലെ തന്നെ ഗോൾഡ് ലോൺ ആണെങ്കിൽ അതിൽ റേറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ ഇവർ ലോണുകൾ പുറത്തേക്ക് കൊടുക്കുമ്പം ഇവർക്ക് അവിടെ നിന്ന് കിട്ടുന്ന ഈ പറഞ്ഞ ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ടോ പ്രോപ്പറായിട്ട്, അവരുടെ ഈൽഡ് ഈ പറഞ്ഞ ലോണുകളിലൊക്കെ കിട്ടുന്ന തിരിച്ച് കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നതാണ് ഈൽഡ് എന്ന് പറയുന്നത്. മറ്റേത് കോസ്റ്റ് ഓഫ് ബോറോയിങ്. അതുപോലെ അപ്പോൾ ഈ ഈൽഡ് കൂടുതലായിട്ട് കിട്ടുന്നത്, അതായത് വലിയ ഈ പറഞ്ഞ ഗോൾഡ് ലോണോ അല്ലെങ്കിൽ MFI ലോൺസിലേക്കൊക്കെയാണ് ഇവർ കൂടുതലായിട്ട് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ ഇവർക്ക് കൂടുതൽ പലിശ കിട്ടും. അപ്പോൾ നമുക്ക് ബാങ്കിന്റെ പെർസ്പെക്റ്റീവിലാണ് വേണ്ടത്. ബാങ്കിന് കുറഞ്ഞ പലിശയ്ക്ക് ഈ പറഞ്ഞ ഫണ്ട് കിട്ടണം, കൂടിയ പലിശയ്ക്ക് ഇവർ കൊടുക്കണം. അപ്പോൾ ഇവരുടെ ലോൺ ബുക്കിൽ വരുന്ന ഗ്രോത്ത് നമുക്ക് കൃത്യമായിട്ട് അറിയണം. ഈ ലോണുകൾ ഗ്രോ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം അറിയണം. അതേപോലെ തന്നെ ഗ്രോ ചെയ്യുന്ന ലോണുകൾ ഏത് തരം ലോണുകളാണ് ഗ്രോ ചെയ്യുന്നുള്ള കാര്യം നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. ഈ പറഞ്ഞ ഹൗസിംഗ് ലോൺ എന്ന് പറഞ്ഞാൽ ഹൗസിംഗ് ലോൺ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ 8%, 8% ഒക്കെ ആയിരിക്കും പലിശയായിട്ട് കിട്ടുന്നത്. അതിന്റെ റീസൺ എന്താണ്? കാരണം ഈ ഹൗസിംഗ് ലോണിനെ സംബന്ധിച്ചിടത്തോളം ഇവർ ഈ പറഞ്ഞ ഈ ലോൺ എടുക്കുന്ന ആള് ഈ വീടിന്റെ ആധാരം കാര്യങ്ങളൊക്കെ ബാങ്കിന് പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും. നാളെ ഇവർ ലോണിൽ റീപേയ്മെന്റ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് ഈ വീട് എടുത്തോണ്ട് പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഈ വീട് വിറ്റുകൊണ്ട് ഇവർക്ക് ഈ പറഞ്ഞ ഇവരുടെ നഷ്ടം ഇവർക്ക് തിരിച്ചെടുക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ അവിടെ റിസ്ക് കമ്പാരിറ്റീവ്ലി കുറവാണ്. സോ ആ ഒരു രീതിയിൽ നോക്കുമ്പോഴത്തേക്കും അതിനോട് തന്നെയാണ് പലിശ കുറവ്. സെയിം ടൈമിൽ നമ്മളൊരു വണ്ടിയാണ് മേടിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ RC ബുക്ക് കാര്യങ്ങളൊക്കെ ഹൈപ്പോത്തിക്കേഷൻ ഒക്കെ ഇവരുടെ പേരിലായിരിക്കും വരുന്നത്. സോ അങ്ങനെ വരുന്നതുകൊണ്ട് തന്നെ നാളെ വേണമെങ്കിൽ ഈ വണ്ടിയിൽ ഇവർ EMI നമ്മൾ കൃത്യമായിട്ട് അടയ്ക്കുന്നില്ലെങ്കിൽ വണ്ടി ബാങ്ക് വന്ന് ജപ്റ്റ് ചെയ്തെടുത്തുകൊണ്ട് പോകും. സോ ഈ രീതിയിൽ സംഭവിക്കുക. പക്ഷേ ബാങ്ക് ഈ പറഞ്ഞ വണ്ടികളെ സംബന്ധിച്ച കേസിൽ വീടുകൾ പോലല്ല, വീടുകൾ അവിടെ തന്നെ ആയിരിക്കും ഇരിക്കുന്നത്. പക്ഷെ വണ്ടികൾ വേണമെന്നുണ്ടെങ്കിൽ ചിലപ്പം ഇപ്പം ബോറോ ചെയ്യുന്ന ആൾ എന്തെങ്കിലും മോശമായിട്ടുള്ള ഒരാളാണെങ്കിൽ അയക്ക് വേണമെങ്കിൽ ഈ വണ്ടി കൊണ്ട് പൊളിച്ചു വയ്ക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും കേസുകളിൽ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് ചിലപ്പോൾ പോലീസ് പിടിച്ചുകൊണ്ട് പോയിരിക്കാം. സോ ആ ഒരു രീതിയിലൊക്കെ വണ്ടികളിൽ ചിലപ്പോൾ ഒരു പക്ഷേ വീടിനെ കഴിഞ്ഞും റിസ്ക് കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ ലോണുകൾക്ക് കുറച്ചുകൂടെ പലിശയും കാര്യങ്ങളും വരുന്നത്. സെയിം ടൈമിൽ ക്രെഡിറ്റ് കാർഡിൽ നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് ലോൺ എടുത്തിട്ട് വേണമെങ്കിൽ തിരിച്ചടച്ചില്ല എന്നുണ്ടെങ്കിൽ ബാങ്കിന് പുറകെ നടക്കാമെന്നല്ലാതെ ഇത് തിരിച്ച് അടച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരു രീതിയിലും കിട്ടാൻ പോകുന്നില്ല. ആ രീതിയിൽ അതിന് റിസ്ക് കൂടുതലായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് റിട്ടേൺ കിട്ടുന്ന സമയത്ത് ഇവർ മാക്സിമം എടുക്കാൻ നോക്കുന്നുകൊണ്ടാണ് കൂടുതൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വരുന്നത്. അപ്പോൾ ആ രീതിയിലാണ് ലോണുകളെല്ലാം കിടക്കുന്നത്. അപ്പോൾ നമുക്ക് അറിയേണ്ടത് ഇവർ ഈ പറഞ്ഞ റിസ്ക് കൂടുതലായിട്ടുള്ള ഈൽഡ് കൂടുതലായിട്ടുള്ള ലോണുകൾ കൂടുതലായിട്ട് കൊടുക്കുന്നുണ്ടെന്ന് അറിയണം. സെയിം ടൈമിൽ നമ്മൾ ട്രാക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇവർ ഈൽഡ് കൂടുതലുള്ള റിസ്ക് കൂടുതലുള്ള ലോണുകളിലേക്ക് കൊടുക്കുമ്പോൾ റിസ്ക് കൂടുതൽ എന്ന് പറഞ്ഞാൽ ഇവർ തിരിച്ചടയ്ക്കുന്നില്ല എന്നുള്ളതാണല്ലോ പ്രശ്നം. അപ്പൊ അങ്ങനെ തിരിച്ചടയ്ക്കാതിരുന്നു കഴിഞ്ഞാൽ ഇവരുടെ GNP, NNP അല്ലെങ്കിൽ ഇവരുടെ അസറ്റ് ക്വാളിറ്റിനെ അഫക്ട് ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഇവർ ഏറ്റവും കൂടുതൽ പലിശ കിട്ടുന്നിടത്ത് കൊടുത്താൽ മാത്രം പോരാ, അത് തിരിച്ച് കൃത്യമായിട്ട് റിക്കവർ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. അതല്ലാതെ വെറുതെ എല്ലാ ലോണുകളും കൊണ്ട് ക്രെഡിറ്റ് കാർഡ് ലോണുകളായിട്ട് കൊടുക്കുക എന്നുള്ളതല്ല നമ്മൾ അവിടെ ചെയ്യേണ്ടത്. കൃത്യമായിട്ട് അസറ്റ് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വേണം ചെയ്യാനായിട്ട്. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഡിപ്പോസിറ്റിൽ ഗ്രോത്ത് വരുന്നുണ്ട്, ഏത് സൈഡിലാണ് ലോൺ ബുക്കിൽ ഗ്രോത്ത് വരുന്നുണ്ടോ അതിന്റെ ഏത് സൈഡിലാണ് കൂടുതൽ ഗ്രോത്ത് വരുന്നത്, കൂടുതൽ ഈൽഡ് കിട്ടുന്ന സൈഡിലാണ് ഗ്രോത്ത് വരുന്നുള്ള കാര്യമാണ് നമുക്കറിയേണ്ടത്. അപ്പൊ ഈ രണ്ട് ഏരിയ ഉണ്ടല്ലോ, ഡിപ്പോസിറ്റും അതേപോലെ തന്നെ ഇവരെ പറഞ്ഞ ലോണുകൾ കൊടുക്കുന്നു. അപ്പൊ ഇതിന്റെ രണ്ടും കൂടെ ഇപ്പൊ ഇവർ ഡിപ്പോസിറ്റിന് കൊടുക്കേണ്ട വരുന്ന ഇൻട്രസ്റ്റ്, ലോണുകളിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ്, സോ ഇതിന്റെ ഒരു നെറ്റ് ആയിട്ടുള്ള ഡിഫറൻസ് ആയിരിക്കുമല്ലോ ബാങ്കിന്റെ ഇൻകം എന്ന് പറയുന്നത്. സോ അതിനെയാണ് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം എന്ന് പറയുന്നത്. അത് ഇൻട്രസ്റ്റ് എക്സ്പെൻസും അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് ഇൻകം, ഇതിന്റെ ഡിഫറൻസ് ആണ് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം. സോ അതെന്ന് പറയുന്നത് ഇവരുടെ ലോണിന്റെ ഇവർക്ക് അസറ്റിൽ റിട്ടേൺസ് മേക്ക് ചെയ്യുന്ന അസറ്റിന്റെ എത്ര പെർസെന്റേജ് ആണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം എത്ര പെർസെന്റേജ് ആണെന്ന് നോക്കുന്നതിനാണ് നിംസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഡിഫറൻസ്, അതായത് ഈ നിംസ് ബാങ്കുകൾക്ക് കൂടുകയാണ് വേണ്ടത് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിന്റെ. അതായത് നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ എന്ന് പറയുന്ന കാര്യം ബാങ്കുകളിൽ കൂടിയാൽ ബാങ്കിന്റെ മാർജിൻ കൂടുകയാണ്. മാർജിൻ കൂടുമ്പോൾ എന്താണ്, ഇവരുടെ പ്രോഫിറ്റബിലിറ്റി കാര്യങ്ങളൊക്കെ കൂടും. കാരണം ബാങ്കിന് കിട്ടുന്ന ഇൻകം കൂടിക്കൊണ്ടിരിക്കുക എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമുക്ക് അറിയേണ്ടത് കോസ്റ്റ് ഓഫ് ബോറോയിങ് കുറയുന്നുണ്ടോ, നല്ല രീതിയിൽ ലോൺ ബുക്കിൽ ഗ്രോത്ത് വരുന്നുണ്ടോ, ഡിപ്പോസിറ്റ് ബുക്കിൽ ഗ്രോത്ത് വരുന്നുണ്ടോ, കാസ റേഷ്യോയിൽ നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെന്റ് വരുന്നുണ്ടോ, ലോവർ ആയിട്ടുള്ള കോസ്റ്റുള്ള ഫണ്ടുകളാണ് ഇവർ കൂടുതലായിട്ട് റേസ് ചെയ്യുന്നത്, അതേപോലെ തന്നെ ലോണുകൾ കൂടുതൽ പുറത്തേക്ക് കൊടുക്കുമ്പോഴത്തേന് കൂടുതൽ ഇൻട്രസ്റ്റ് കിട്ടുന്ന സ്ഥലങ്ങളിലേക്കാണോ ലോണുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സോ ഇതിന്റെയൊക്കെ ഫലമായിട്ട് ഇവരുടെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം കൂടുന്നുണ്ടോ, അതേപോലെ തന്നെ നിംസ് ഇവരുടെ മാർജിൻസ്, അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, മാർജിൻസ് കൃത്യമായിട്ട് കൂടുന്നുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് നോക്കണം. അപ്പൊ രണ്ട് കാര്യങ്ങൾ കഴിഞ്ഞു, ഇവരുടെ ഇൻട്രസ്റ്റ് ഇൻകം കഴിഞ്ഞു, ഇൻട്രസ്റ്റ് എക്സ്പെൻസ് കഴിഞ്ഞു.
പക്ഷേ ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം ഇൻട്രസ്റ്റ് എക്സ്പെൻസ് മാത്രമല്ല ഉള്ളത്. ഇവർക്ക് ഇപ്പോൾ ഡെയിലി ഇവരുടെ ബാങ്ക് റൺ ചെയ്യാനായിട്ടുള്ള എക്സ്പെൻസ് ഉണ്ടാവും. ഇപ്പോൾ ഇവരുടെ ബിൽഡിങ്ങിന് ചിലപ്പോൾ റെന്റ് കൊടുക്കേണ്ടി വരും, കറണ്ട് ചാർജ് വരും, അല്ലെങ്കിൽ ഇന്റർനെറ്റിന് കോസ്റ്റ് കൊടുക്കേണ്ടതായിട്ട് വരും, ഈ പറഞ്ഞ സാലറി കൊടുക്കേണ്ടതായിട്ട് വരും എംപ്ലോയീസിന്. സോ ഈ രീതിയിൽ ഒരുപാട് എക്സ്പെൻസും കാര്യങ്ങളും വരും. അപ്പോൾ ഈ പറഞ്ഞ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ നിന്ന് ഈ പറഞ്ഞ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിന് കൂടെ ഇവർക്ക് കുറച്ച് അതർ ഇൻകംസ് വരും. അതായത് ഇവർക്ക് ഫീ ഇൻകം കാര്യങ്ങളൊക്കെ വരും. നമ്മളൊരു ലോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് നമ്മൾ പ്രോസസ്സിംഗ് ചാർജ് കൊടുക്കേണ്ടി വരും. സോ അത് അവരുടെ ഒരു ഫീ ഇൻകം ആണ്. പിന്നെ അല്ലാതെ അവർക്ക് ട്രഷറി ഇൻകമും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവും. സോ ഇല്ലെങ്കിൽ ATM ചാർജ്, അതർ ATM ചാർജ് ചിലപ്പോൾ അവർ പിടിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ചെക്ക് ബൗൺസിന് ചാർജ് പിടിക്കുന്നുണ്ടോ. ഈ രീതിയിൽ ഒരുപാട് ഫീ ഇൻകം ഇവർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിനൂടെ ഇവരുടെ ഫീ ഇൻകവും കാര്യങ്ങളും വരും. അതാണ് അവരുടെ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. ആ ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവരുടെ ബാങ്കിന്റെ റൺ ചെയ്യാനായിട്ടുള്ള ഡെയിലി റൺ ചെയ്യാനുള്ള കോസ്റ്റുകളും കാര്യങ്ങളും, ഇന്റർനെറ്റിന്റെയോ അല്ലെങ്കിൽ റെന്റോ അല്ലെങ്കിൽ സാലറിയോ അടക്കമുള്ള കാര്യങ്ങൾ കുറച്ച് കഴിയുമ്പോൾ ഇവരുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ ഗ്രോത്ത് വരുന്നുണ്ടെന്ന് അറിയണം. അതറിയണമെങ്കിൽ ഈ പറഞ്ഞ എക്സ്പെൻസുകൾ ഉണ്ടല്ലോ, ഇപ്പോൾ ഡെയിലി റൺ ചെയ്യാനായിട്ടുള്ള എക്സ്പെൻസ്, അതിന് നമ്മൾ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്ന് പറയുന്ന കാര്യത്തിൽ നമ്മൾ കോസ്റ്റ് ടു ഇൻകം റേഷ്യോ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ മെയിനായിട്ട് ബാങ്കുകളിൽ ട്രാക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോഴത്തേന് ബാങ്കുകളിലെ റിസൾട്ടുകൾ ട്രാക്ക് ചെയ്യുന്ന സമയത്ത് കോസ്റ്റ് ടു ഇൻകം റേഷ്യോ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ കോസ്റ്റ് ഇൻകം ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇവരുടെ കോസ്റ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ള കാര്യം കൃത്യം നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഡിപ്പോസിറ്റിൽ ഗ്രോത്ത്, ലോൺ ബുക്കിൽ ഗ്രോത്ത്, ഇതിൻ്റെയൊക്കെ ഏത് സൈഡിലാണ് ഗ്രോത്ത് വരുന്നുള്ള കാര്യം നോക്കണം. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ ഗ്രോത്ത് വരുന്നുണ്ടോ, നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ ഇമ്പ്രൂവ് ആവുന്നുണ്ടോ, അതുപോലെ തന്നെ ഇവരുടെ കോസ്റ്റ് ടു ഇൻകം റേഷ്യോ കുറയുന്നുണ്ടോ. അങ്ങനെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ കൂടിക്കൊണ്ടിരിക്കും. ആ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ നിന്ന് ഇവർക്ക് ഡിപ്രീസിയേഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറയ്ക്കും. അതിനുശേഷം വരുന്നതാണ് PPOP എന്ന് പറയും. PPOP എന്ന് പറയണം മനസ്സിലാക്കണമെങ്കിൽ, ഇപ്പം ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നമ്മൾ ഒരാൾ ലോൺ എടുത്തിട്ട് EMI മുടക്കുന്നു. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം റിസ്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ് ആ ലോണിനെ സംബന്ധിച്ച്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേന് ഒരാൾ EMI മുടക്കുക, കൃത്യമായിട്ട് റീപേയ്മെന്റ് കൃത്യസമയത്ത് ചെയ്യാതിരിക്കുമ്പോഴത്തേന് ഇവരുടെ GNP അല്ലെങ്കിൽ ഇവരുടെ NPAs കൂടും, നോൺ പെർഫോമിംഗ് അസറ്റ്സ് കൂടും. അത് കൂടുമ്പോഴത്തേന് ബാങ്കുകൾ അതിന്റെ റിസ്കിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ കുറച്ച് എമൗണ്ട് മാറ്റി വെക്കണം. ആ മാറ്റി വെക്കുന്ന എമൗണ്ടിനെ പറയുന്ന പേരാണ് പ്രൊവിഷൻസ്. ഇപ്പൊ എത്ര EMI മുടങ്ങുന്നുണ്ടോ അതിനനുസരിച്ചിട്ട് ആ ലോണിന്റെ ഔട്ട്സ്റ്റാൻഡിങ്ങിനനുസരിച്ചിട്ട് ഇവർ ഒരു പെർസെന്റേജ്, അത് ഓരോ ലോണുകളുടെ റിസ്കിനനുസരിച്ചിട്ടാണ്. സോ അതിനനുസരിച്ചിട്ട് ഒരു പെർസെന്റേജ് ഇവർ മാറ്റി വെക്കേണ്ടതായിട്ട് വരും. അങ്ങനെ മാറ്റി വെക്കുന്ന പെർസെന്റേജാണ് നമ്മൾ ഈ പ്രൊവിഷൻസ് എന്ന് പറയുന്നത്. ആ പ്രൊവിഷൻസ് ഇവരുടെ ലോൺ ബുക്കിന്റെ എത്ര പെർസെന്റേജ് ആണെന്ന് നോക്കുന്നതിനാണ് ക്രെഡിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇതെല്ലാം ഒരേ കാര്യങ്ങൾ തന്നെയാണ്. പ്രൊവിഷൻസ് എന്ന് പറഞ്ഞാൽ എമൗണ്ട് മാറ്റി വെച്ചേക്കുന്നത്, അത് എത്ര പെർസെന്റേജ് എന്നുള്ളത് നോക്കുന്നതാണ് ക്രെഡിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇവരുടെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിന്റെ കാര്യം പറഞ്ഞല്ലോ, ആ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ നിന്ന് ഇവരുടെ ഡിപ്രീസിയേഷനും കാര്യങ്ങളൊക്കെ കുറച്ച് വരുന്നതിന് നമ്മൾ പ്രീ പ്രൊവിഷൻ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് PPOP എന്ന് പറയുന്നതിന്റെ റീസൺ എന്ന് വെച്ചാൽ ഇവിടെ നിന്നാണ് പ്രൊവിഷൻസ് കുറയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ലോണുകൾ മോശമായിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ പ്രൊവിഷൻസ് കൂടുതൽ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് പ്രൊവിഷൻസ് ഡയറക്റ്റായിട്ടോടെ കുറയും. അതുകൊണ്ടാണ് ഈ പറഞ്ഞ ബാഡ് ലോൺസ് കൂടുതൽ വന്നു കഴിഞ്ഞാൽ ബാങ്കുകളുടെ പ്രോഫിറ്റബിലിറ്റിനെ, കാരണം ഇവരുടെ പ്രോഫിറ്റ് കുറയാനുള്ള മെയിൻ റീസൺ അതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ PPOPയിൽ കൃത്യമായിട്ട് ഗ്രോത്ത് വരുന്നുണ്ടോ, പ്രൊവിഷൻസ് കമ്പാരിറ്റീവ്ലി കുറയുന്നുണ്ടോ, ആ പ്രൊവിഷൻസ് കുറഞ്ഞു വരുന്ന എമൗണ്ട് ആണ് PBT, അതായത് പ്രോഫിറ്റ് ബിഫോർ ടാക്സ്. അതിൽ നിന്ന് ടാക്സും കഴിഞ്ഞതിന് ശേഷമാണ് ഇവരുടെ പ്രോഫിറ്റ് വരുന്നത്. സോ ഇതാണ് ബേസിക് ആയിട്ട് ഒരു ബാങ്കിന് നമ്മൾ ഇൻകം സ്റ്റേറ്റ്മെന്റ് നോക്കുമ്പോൾ നമുക്ക് ഇതെല്ലാ കാര്യങ്ങളും നമുക്ക് അവിടെ നോക്കാനായിട്ട് പറ്റും. ഈ കാര്യങ്ങളിലൊക്കെ ഡിപ്പോസിറ്റിൽ ഗ്രോത്ത്, ഡിപ്പോസിറ്റിൽ തന്നെ കോസ്റ്റ് ഓഫ് കുറഞ്ഞ സ്ഥലത്ത് ഗ്രോത്ത് വരുന്നുണ്ടോ, ലോൺ ബുക്കിൽ ഗ്രോത്ത് വരുന്നുണ്ടോ, അവിടെ തന്നെ പലിശ കൂടുതൽ കിട്ടുന്നിടത്താണ് ഗ്രോത്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ ഗ്രോത്ത് വരുന്നുണ്ടോ, നിംസ് നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ കൂടുന്നുണ്ടോ, അതുപോലെ തന്നെ OPEX ഇവരുടെ കോസ്റ്റ് ടു ഇൻകം റേഷ്യോ കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടോ. അതുകൊണ്ട് തന്നെ ഇവരുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കൂടണം. അതുപോലെ തന്നെ PPOP ഇവർക്ക് കൂടണം, പ്രൊവിഷൻസ് കുറയണം. അത് കുറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവരുടെ പ്രോഫിറ്റ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കൂടും. നിംസ് ഇംപ്രൂവ് ആകുന്നവരെ ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ ഇവരുടെ എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ കുറയുന്നത് ഇവരെ ഹെൽപ്പ് ചെയ്യും. ഈ രീതിയിൽ പ്രൊവിഷൻസ് കാര്യങ്ങളൊക്കെ കുറയുന്നത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ ഈ പ്രൊവിഷൻസ് ചെയ്യുന്ന എപ്പോഴാണ് ബാഡ് ലോൺസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ. ബാഡ് ലോൺസ് വരുമ്പോൾ നമ്മൾ നോക്കേണ്ടതാണ് GNPA വരുന്നുണ്ടോ, GNPA കൂടുന്നുണ്ടോ, അതോ GNPA കുറയുകയാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. GNPA നമുക്ക് കുറയുകയാണ് വേണ്ടത്, അതായത് ബാഡ് ലോൺസ് കുറയണം. ഈ GNPA അവർ പ്രൊവിഷൻസ് വെച്ചിട്ടുണ്ട്. ആ പ്രൊവിഷൻസ് കുറയ്ക്കുമ്പോൾ കിട്ടുന്ന എമൗണ്ട് GNPA ഇപ്പോൾ ഒരു ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം 5 കോടി രൂപയാണ് ബാഡ് ലോൺസ് എന്ന് വിചാരിക്കുന്നത്. ചെറിയ നമ്പർ പറയുന്നത് 5 കോടി രൂപ അവർക്ക് ബാഡ് ലോൺസ് ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ബാങ്ക് ഏകദേശം ഒരു 2 കോടി രൂപ ഇവരുടെ ബാഡ് ലോൺസിന് നഷ്ടം വന്നാൽ പ്രൊവിഷൻസ് ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം 5 കോടി രൂപ ഇവരുടെ ബാഡ് ലോൺസ് ആയിട്ട് വന്നെങ്കിലും അതിൽ നിന്ന് 2 കോടി ഒഴിവാക്കിയതിന് ശേഷം ഏകദേശം ഒരു 3 കോടി രൂപയുള്ളവർക്ക് റിസ്ക് ആയിട്ട് കിടക്കുന്നത്. അതെയാണ് NNPA എന്ന് പറയുന്നത്, നെറ്റ് NPA എന്ന് പറയുന്നത്. സോ ആ നെറ്റ് NPA കുറയുന്നുണ്ടോ, ഇവരുടെ ക്രെഡിറ്റ് കോസ്റ്റ്, ഇവർ മാറ്റി വെക്കേണ്ട പ്രൊവിഷൻസ് കമ്പാരിറ്റീവ്ലി, അതായത് അസറ്റ് ക്വാളിറ്റി നന്നാവുകയാണ്, ബാഡ് ലോൺസ് ഒക്കെ കുറയുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ പ്രൊവിഷൻസ് ഇവർ കുറഞ്ഞുകൊണ്ടിരിക്കും, ക്രെഡിറ്റ് കോസ്റ്റ് കാര്യങ്ങൾ കുറയും. സോ അതൊക്കെ കൃത്യമായിട്ട് കുറയുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കണം. ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൃത്യമായിട്ട് ഒരു ബാങ്കിൽ നോക്കേണ്ടതായിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഫെഡറൽ ബാങ്കിന്റെ കേസിലേക്ക് വന്നാൽ, ഫെഡറൽ ബാങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു വർഷം 1.5 വർഷത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇവരുടെ ലോൺ ബുക്കിലൊക്കെ ഗ്രോത്ത് കൂടുന്നതായിട്ട് കാണാൻ പറ്റും.
5%, 6%, നിന്ന് 10%, 11% കാണാം. ഈ ഒരു ക്വാർട്ടറിലേക്ക് വരുമ്പോൾ ഏകദേശം ഒരു 16% ലോൺ ബുക്കിൽ ഗ്രോത്ത് വന്നിട്ടുണ്ട്. മാനേജ്മെന്റ് ഗൈഡൻസ് വന്ന് നോക്കിക്കഴിഞ്ഞാൽ 15% അവർ ഗൈഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു ക്വാർട്ടറിൽ വരുമ്പോൾ മാനേജ്മെന്റ് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് 15% മുകളിൽ അവർക്ക് ഗ്രോത്ത് വരും എന്നുള്ള കാര്യം. ഒരു 16-17% ഗ്രോത്ത് ഒക്കെ നമുക്ക് അവരുടെ ലോൺ ബുക്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. സോ ആ ഒരു രീതിയിൽ ഗ്രോത്ത് കാര്യങ്ങളൊക്കെ മാനേജ്മെന്റ് അവിടെ ഇമ്പ്രൂവ്മെന്റും കാര്യങ്ങളാണ് ആ ഒരു ബാങ്കിൽ പറഞ്ഞിരിക്കുന്നത്. അത് കൃത്യമായിട്ട് കഴിഞ്ഞ ഒരു വർഷത്തിലവിടെ ആ ഒരു ഇമ്പ്രൂവ്മെന്റ് കാര്യങ്ങൾ വരുന്ന നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ലോൺ ബുക്കിൽ കൃത്യമായിട്ടുള്ള ഗ്രോത്ത് വരുന്നുണ്ട്. ഡിപ്പോസിറ്റ് ബുക്കിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഡിപ്പോസിറ്റ് ബുക്കിൽ ഈ ഒരു ക്വാർട്ടറിൽ ഏകദേശം 11% ഗ്രോത്ത് വന്നിരിക്കുന്നത്. ബാങ്കിന് ഡിപ്പോസിറ്റിൽ ഗ്രോത്ത് വന്നാലേ ഉള്ളൂ ലോൺ കൊടുക്കാനായിട്ട് വരുള്ളൂ. പക്ഷെ അവിടെ നോക്കുമ്പോൾ ലോൺ 15-16% ഗ്രോ ചെയ്യുമ്പോഴത്തേക്കും ഡിപ്പോസിറ്റ് 15% ഗ്രോ ചെയ്തിട്ടുള്ളൂ. പക്ഷെ അവിടെ ഡിഫറൻസ് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഏത് സൈഡിലാണ് ഗ്രോത്ത് വരുന്നത് എന്നുള്ള കാര്യം നോക്കണം. ഡിപ്പോസിറ്റിൽ തന്നെ ബൾക്കായിട്ട് ഡിപ്പോസിറ്റ്സ് എടുക്കാം, അല്ലെങ്കിൽ NRIസിന്റെ ഡിപ്പോസിറ്റ്സ് എടുക്കാം. അവിടെ തന്നെ FC NRI എന്ന് പറഞ്ഞ് പുതിയൊരു ഡിപ്പോസിറ്റ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. RBI പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതാണ്. അത് NRIസിന് ഈ പറഞ്ഞ പോലെ അവിടുന്ന് ഈ പറഞ്ഞപ്പം US അവർക്ക് ഡോളേഴ്സിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും, ഡിപ്പോസിറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിൽ അവർക്ക് ലിവറേജ് എടുത്തുകൊണ്ട് ഡിപ്പോസിറ്റ് ചെയ്യാനായിട്ട് പറ്റും. അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നതല്ലായിരിക്കും. അപ്പോൾ FC NRI ഡിപ്പോസിറ്റ് എടുക്കാൻ പറ്റും. അതല്ലെന്നുണ്ടെങ്കിൽ ഇവർക്ക് ബൾക്കായിട്ടുള്ള പുറത്തുനിന്നുള്ള ഡിപ്പോസിറ്റ് കാര്യങ്ങൾ എടുക്കാൻ പറ്റും. ഇവരുടെ കാസ റേഷ്യോ വേണമെങ്കിൽ കൂട്ടാം, അതായത് സേവിങ്സ് അക്കൗണ്ട് കറണ്ട് അക്കൗണ്ടിന്റെ ഒക്കെ ആ ഡിപ്പോസിറ്റ് കൂട്ടാൻ പറ്റും. സോ ആ രീതിയിൽ നോക്കുമ്പോൾ ഇവരുടെ ടോട്ടൽ ഡിപ്പോസിറ്റ് 15% ഗ്രോ ചെയ്യുന്നെങ്കിലും ഇവരുടെ കാസയൊക്കെ കൂടിക്കൊണ്ടിരിക്കുന്ന ഏകദേശം 18%-ഓളം കാസയിലൊക്കെ ഗ്രോത്ത് കാര്യങ്ങൾ വരുന്നുണ്ട്. അതായത് ഇവരെ സംബന്ധിച്ചിടത്തോളം ലോ കോസ്റ്റ് ആയിട്ടുള്ള ഡിപ്പോസിറ്റിലെ കാര്യങ്ങളിൽ നല്ല രീതിയിൽ ഗ്രോത്ത് കാര്യങ്ങൾ വരുന്നുണ്ട്. മാനേജ്മെന്റ് ഗൈഡൻസ് നോക്കിയാൽ പോലും കാസ റേഷ്യോ ഇപ്പം 32%, അത് 35-36%-ലേക്ക് അടുത്ത 2-3 വർഷത്തിൽ എത്തും എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. സോ അതുപോലെ തന്നെ FC NRI ഡിപ്പോസിറ്റിന്റെ കാര്യം ഞാൻ പറഞ്ഞു. FC NRI ഡിപ്പോസിറ്റ് ഒക്കെ ഏകദേശം 37% ഈ ഒരു ക്വാർട്ടറിൽ ഗ്രോ ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിലുള്ള ഗ്രോത്ത് കാര്യങ്ങളൊക്കെ അവിടെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇവരുടെ ക്രെഡിറ്റ് റേറ്റിംഗ് കാര്യങ്ങളൊക്കെ കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് വരുന്ന ക്വാർട്ടറിലൊക്കെ ഫണ്ട് റൈസ് ചെയ്യുമ്പോഴത്തേന് കുറച്ചുകൂടെ കുറഞ്ഞ റേറ്റിൽ ഇവർക്ക് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആകാനായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവർ നബാർഡിൽ നിന്നും കാര്യങ്ങളിൽ നിന്നൊക്കെ ഇവർക്ക് എടുക്കാൻ പറ്റുന്ന ലോണുകളൊക്കെ ഇവർ കമ്പാരിറ്റീവ്ലി കഴിഞ്ഞ വർഷം കുറവാണ് എടുത്തേക്കുന്നത്. സോ ആ രീതിയിലൊക്കെ ഇവർക്ക് ഫണ്ട് റേസ് ചെയ്യാനായിട്ടൊക്കെ പറ്റുന്നുണ്ട്. ആ ഒരു ഓപ്ഷനൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ക്വാർട്ടറിലൊക്കെ 11% ഇവർക്ക് ഡിപ്പോസിറ്റിൽ ഗ്രോത്ത് വന്നെങ്കിലും ഇവർക്ക് ഗ്രോ ചെയ്യാൻ ഫണ്ടിന്റെ അവൈലബിലിറ്റിയിൽ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. അതുപോലെ തന്നെ ഇവരുടെ ലോ കോസ്റ്റ് ആയിട്ടുള്ള ഏരിയ തന്നെയാണ് ഡിപ്പോസിറ്റിൽ ഗ്രോത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ലോൺ ബുക്കിലെ ഗ്രോത്ത് നോക്കി കഴിഞ്ഞാൽ ലോൺ ബുക്കിൽ 16% ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ്ലി ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം കൺസിസ്റ്റന്റ് ആയിട്ട് അത് ഇൻക്രീസ് ചെയ്ത് വരുന്നു എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞല്ലോ. അവിടെ തന്നെ നോക്കിയാൽ ഇവർ കൂടുതലായിട്ട് ഈൽഡ് കിട്ടുന്ന ഗോൾഡ് ലോണിൽ, അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ വെഹിക്കിളിൽ, ഈ പറഞ്ഞ ലോണുകളിലൊക്കെയാണ് കൂടുതലായിട്ട് ഗ്രോത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവരുടെ ക്രെഡിറ്റ് കാർഡ് സെഗ്മെന്റ് ഇവർ കൂടുതലായിട്ട് ഗ്രോ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ നല്ല രീതിയിൽ ഗ്രോത്ത് കാര്യങ്ങൾ വരുന്നുണ്ട്. അതല്ലാതെ ഇവരുടെ കോർപ്പറേറ്റ് ലോണുകളിലൊക്കെ കമ്പാരിറ്റീവ്ലി ഗ്രോത്ത് കാര്യങ്ങൾ കുറവാണ്. ഇപ്പോൾ CV ഞാൻ പറഞ്ഞില്ല, ഏകദേശം 24% ഗ്രോത്ത് വരുന്നുണ്ട്. ഗോൾഡ് ലോണിലും ആ രീതിയിലുള്ള ഗ്രോത്ത് കാര്യങ്ങൾ വരുന്നുണ്ട്. അതിനൊക്കെ ഇനി കൂടുതലാണ്. അവിടെ നമ്മൾ ഈ പറഞ്ഞ കൊമേഴ്ഷ്യൽ ബാങ്കിങ് അല്ലെങ്കിൽ ബിസിനസ് ലോണുകൾ കാര്യങ്ങളൊക്കെ നോക്കിയാൽ ഏകദേശം 18% ഗ്രോത്ത് ആണ് വരുന്നത്. സോ അത് കമ്പാരിറ്റീവ്ലി മറ്റേ ലോണുകളൊക്കെ ഇനി കുറഞ്ഞ രീതിയിലാണ് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇവരെ കൂടുതൽ ഈൽഡ് കിട്ടുന്ന ലോണുകളാണ് കൂടുതലായിട്ട് ഗ്രോ ചെയ്യുന്നത്. അത് നല്ല കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ നോക്കിയാൽ തന്നെ ഇവിടെ 18% ഒക്കെ ബിസിനസ് ലോൺ ഗ്രോ ചെയ്യുന്നു പറയുന്നുണ്ടല്ലോ. അവിടെ തന്നെ ഈ ബിസിനസ് ലോണുകൾ നോക്കിയാൽ പോലും അവിടെ തന്നെ ഇപ്പോൾ ഇവർക്ക് വേണമെങ്കിൽ MRFന്റെ ലോൺ കൊടുക്കാം. അതുപോലെ തന്നെ സെയിം ടൈമിൽ വേണമെങ്കിൽ ഒരു ചെറിയൊരു ഈ പറഞ്ഞ ടയർ കട നടത്തുന്ന ഒരാൾക്ക് വേണമെങ്കിൽ ലോൺ കൊടുക്കുക. ഇതിനകത്ത് ഏത് ലോൺ കൊടുക്കുമ്പോഴായിരിക്കും ഇവർക്ക് പലിശ കൂടുതൽ കിട്ടുന്നത്? സ്വാഭാവികമായിട്ടും ചെറിയൊരു ബിസിനസ്സിന് കൊടുക്കുമ്പോഴായിരിക്കും. അപ്പോൾ ഇവർ ഈ ബിസിനസ് ലോണുകൾ കൊടുക്കുമ്പോഴും ഇവർ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വലിയ കോർപ്പറേറ്റുകൾക്ക് കൊടുക്കാതെ കമ്പാരിറ്റീവ്ലി ചെറിയ ചെറിയ ബിസിനസ്സുകൾക്ക് കൂടുതലായിട്ട് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് സോ അവിടെ ഇവർ ഈ ബിസിനസ് ലോൺ കൂടുന്നുണ്ടെങ്കിലും 18% ഗ്രോത്ത് വന്നിട്ടുണ്ടെങ്കിൽ പോലും അതും ഹയർ ഈൽഡ് കിട്ടുന്ന കൂടുതൽ പലിശ കിട്ടുന്ന ലോണുകളാണ് ഇവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ നല്ല രീതിയിലാണ് അതിന്റെ മൂവ്മെന്റും കാര്യങ്ങളും നടക്കുന്നത്. ഇത് രണ്ടും പ്രോപ്പറായിട്ട് ഇങ്ങനെ നടക്കുന്നതുകൊണ്ട് തന്നെ ബാങ്കിന്റെ നിംസ് കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ആണെന്ന് കാണാൻ പറ്റും. അപ്പോൾ 16% ലോൺ ബുക്കിൽ ഗ്രോത്ത് വന്ന സമയത്ത് അവരുടെ ഈ പറഞ്ഞ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം ഗ്രോ ചെയ്തിരിക്കുന്ന ഏകദേശം 26% ഗ്രോത്ത് ആണ് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ വന്നിരിക്കുന്നത്. സോ അത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. നിംസിൽ കൃത്യമായിട്ടുള്ള ഇമ്പ്രൂവ്മെന്റും കാര്യങ്ങളും ബാങ്കിൽ വന്നുകൊണ്ടിരിക്കുന്നത് കാണാൻ പറ്റും. കഴിഞ്ഞ കുറേ ക്വാർട്ടറുകളായിട്ട് നോക്കിയാൽ നിംസ് കൂടിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ ഒരു ക്വാർട്ടറിൽ നോക്കുമ്പോൾ 3.3% ആണ്, 3.33% ആണ് നിംസ് എന്ന് പറയുന്നത്. മാനേജ്മെന്റ് ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ 5-6 ബേസിസ് പോയിന്റ് വെച്ചിട്ട് ഓരോ ക്വാർട്ടറിൽ ഇമ്പ്രൂവ് ആവും എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്ത് ഏകദേശം 3.2-ലായിരുന്നു. സോ അവിടുന്ന് ആ ഒരു രീതിയിൽ ഗ്രോത്ത് വന്നാൽ ഏകദേശം ഒരു 3.4 to 3.45 വരെയൊക്കെ നിംസ് കൂടാൻ സാധ്യത ഉണ്ടെന്നാണ് മാനേജ്മെന്റ് പറയുന്നത്. ആ ഒരു രീതിയിലുള്ള ഗ്രോത്ത് കാര്യങ്ങൾ ക്വാർട്ടറിൽ വരുന്നു. ഈ ഒരു ക്വാർട്ടറിൽ 13 ബേസിസ് പോയിന്റ് ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഏകദേശം ഈ ഒരു രീതിയിൽ തന്നെ ഗ്രോത്ത് വരും എന്നുള്ള കാര്യം മാനേജ്മെന്റ് പറയുന്നത്. അങ്ങനെയാണെങ്കിലും നമുക്ക് ഇനി എല്ലാ ക്വാർട്ടറിലും 5-6 ബേസിസ് പോയിന്റ് വെച്ച് കൂടി ഏകദേശം ഒരു 3.5-ലേക്കൊക്കെ എത്തുമെന്ന് ചോദിച്ചാൽ നമുക്കത് കൃത്യം പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ മാനേജ്മെന്റ് പറഞ്ഞിട്ടുണ്ട് ഒരു ഫുൾ ഇയറിലേക്ക് നോക്കുന്ന സമയത്ത്, അതായത് എല്ലാ ക്വാർട്ടറിലും കൃത്യമായിട്ട് അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയല്ല, പക്ഷേ ഫുൾ ഇയറിൽ നോക്കുമ്പോഴത്തേക്കും ഒരു ക്വാർട്ടർ ബേസിൽ ഒരു 5-6 ബേസിസ് പോയിന്റ് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഒരു 3.4 to 3.45 ഒക്കെ നമുക്ക് എന്തായാലും എക്സ്പെക്ട് ചെയ്യാം. നല്ല രീതിയിൽ പോയാൽ 3.5-അടുത്തേക്ക് വരെ നിംസ് എത്താൻ സാധ്യതയുണ്ട്. സോ അതും നല്ലൊരു ഡയറക്ഷനാണ്. അതേപോലെ തന്നെ ROA കാര്യത്തിലാണ് മാനേജ്മെന്റ് പറയുന്നത് കൃത്യമായിട്ട് ഒരു 3-4 ബേസിസ് പോയിന്റ് ഇമ്പ്രൂവ്മെന്റ് കാര്യങ്ങളൊക്കെ വരുമെന്നുള്ള കാര്യം.
ഓരോ ക്വാർട്ടറിൽ. അപ്പോൾ ഈ ഒരു ക്വാർട്ടറിൽ നോക്കുമ്പോൾ ഏകദേശം 1.2% 2% ആണ് ROA ഉള്ളത്. ROAയുടെ മൂവ്മെന്റും നല്ല ഡയറക്ഷനിലേക്ക് തന്നെയാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഈ ഒരു രീതിയിൽ ഇവരുടെ മെട്രിക്കുകളെല്ലാം നോക്കിയാൽ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആകുന്ന കാണാനായിട്ട് പറ്റും. ഇവരെ ട്രാക്ക് ചെയ്യുമ്പോൾ ഇവരുടെ ഡെപ്പോസിറ്റിൽ ഗ്രോത്ത് വരുന്നുണ്ടോ, അതിൽ ഈ പറഞ്ഞ ലോ കോസ്റ്റിലാണ് ഗ്രോ ചെയ്യുന്നുള്ള കാര്യം നോക്കണം. ലോൺ ബുക്കിൽ കൃത്യമായിട്ട് ഗ്രോത്ത് വരുന്നുണ്ട്, അത് ഹൈ യീൽഡിംഗ് ലോണുകളാണ് ഗ്രോത്ത് വരുന്നുള്ള കാര്യം നോക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നോക്കണം, ഞാൻ പറഞ്ഞില്ലേ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിലൊക്കെ ഗ്രോത്ത് വരുന്നുണ്ട്. അത് ഇവരുടെ ഈ പറഞ്ഞ നിംസ് ഇമ്പ്രൂവ് ആവുന്നതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇവരുടെ ലോൺ ബുക്കിനെ കഴിഞ്ഞു. ലോൺ ബുക്ക് 16% ഗ്രോ ചെയ്തപ്പോൾ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 26% ഗ്രോ ചെയ്തേക്കുന്നത്. സോ ഈ രീതിയിലുള്ള ഗ്രോത്ത് വരുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. നിംസ് കൂടിയ സ്വാഭാവികമായിട്ടും അത് സംഭവിക്കേണ്ടതാണ്. അപ്പോൾ ആ രീതിയിലുള്ള ഗ്രോത്ത് വരുന്നുണ്ടെന്നുള്ള കാര്യം കൃത്യമായിട്ട് നോക്കണം. പിന്നെ അതുപോലെ പ്രൊവിഷൻസ് അല്ലെങ്കിൽ ലോൺ ബുക്കിൽ അസറ്റ് ക്വാളിറ്റി ഏതൊരു ബാങ്കാണോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണോ അത് കട്ടായം നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യമാണ്. അതിനകത്ത് ഒരു രീതിയിലുള്ള മാറ്റങ്ങളും ഉണ്ടാവാൻ പാടില്ല. അതായത് അസറ്റ് ക്വാളിറ്റി മോശമായി കഴിഞ്ഞാൽ ആ ബാങ്ക് റിട്ടേൺ ജനറേറ്റ് ചെയ്ത് തരാൻ പോകുന്നില്ല. സോ അതുകൊണ്ട് തന്നെ അസറ്റ് ക്വാളിറ്റി GNPA NNPA ഒക്കെ കൃത്യമായിട്ട് കുറയുന്നുണ്ടോ, അല്ലാതെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ, സ്ലിപ്പേജസ് ഫ്രഷ് ആയിട്ടുള്ള ലോണുകൾ ബാഡ് ലോൺസ് ആവുന്നത് കുറയുന്നുണ്ടോ, അത് നോക്കേണ്ടതായിട്ടുണ്ട്. പ്രൊവിഷൻസ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കോസ്റ്റ് കാര്യങ്ങളൊക്കെ കുറയുകയാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഏകദേശം ക്രെഡിറ്റ് കോസ്റ്റ് നോക്കിയാൽ 0.41% ആണ് അവർക്കുള്ളത്. മാനേജ്മെന്റ് ഗൈഡൻസ് 0.5 to 0.6 താഴെ നിർത്തുന്നു, അതിനുള്ളിൽ നിർത്തുന്നു. സോ അതിലൊക്കെ നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെന്റ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. സോ നല്ല ഇപ്പൊ ഗൈഡ് ചെയ്യുന്ന ഏകദേശം 0.5 അല്ലെങ്കിൽ അതിന്റെ ലോവർ എൻഡിലേക്കായിരിക്കും ഇവർ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ക്രെഡിറ്റ് കോസ്റ്റ് കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. സോ ഇതൊക്കെ കൃത്യമായിട്ട് നടക്കുന്നുണ്ടെന്നുള്ള കാര്യമാണ് നിങ്ങൾ നോക്കേണ്ടത്. സോ ഇതൊക്കെ ഇങ്ങനെ നടന്നാൽ ഈ പറഞ്ഞ 26-27% ഇവരുടെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം ഗ്രോ ചെയ്യുക. അതുപോലെ തന്നെ ഫീ ഇൻകം, ഇപ്പോൾ ട്രഷറി ഇൻകം ഒക്കെ കഴിഞ്ഞ 2 ക്വാർട്ടറുകളിൽ എല്ലാ ബാങ്കുകളിലും നോക്കിയാൽ ഗ്രോത്ത് കാര്യങ്ങളൊന്നും വരുന്നില്ല, ഡി ഗ്രോത്ത് കാര്യങ്ങളൊക്കെ വരുന്നത്. സോ അവിടെ ഈ പറഞ്ഞ പോലെ ഫീ ഇൻകം അതർ ഇൻകത്തിൽ കുറച്ച് ഗ്രോത്തുകൾ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ബാങ്കിന് ഏകദേശം 25-26% അവരുടെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം അല്ലെങ്കിൽ ടോട്ടൽ ഇൻകം ഗ്രോ ചെയ്യാനായിട്ട് പറ്റുകയും അതിനെ കഴിഞ്ഞ് മുകളിൽ അവരുടെ പ്രോഫിറ്റ് ഗ്രോത്ത് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഫൈനാൻഷ്യൽ ഇയർ വരുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. ഇതെല്ലാം കൃത്യമായിട്ട് നടക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ബാങ്കിനെ ട്രാക്ക് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഈ ബാങ്കിനെ ഈ കാര്യങ്ങളൊക്കെയാണ് ട്രാക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ഈ ഒരു ബാങ്കിനെ നോക്കുന്ന സമയത്തേക്ക്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ അവരുടെ പ്രൈസ് ടു ബുക്ക് നോക്കിയാൽ, വാല്യൂഷൻസ് നോക്കിയാൽ അത്യാവശ്യം 2-നൊക്കെ മുകളിലാണ് അവരുടെ പ്രൈസ് ടു ബുക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര രീതിയിലുള്ള എക്സ്പാൻഷൻ കാര്യങ്ങളൊന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. അതായത് ഇവിടുന്ന് 100% 200% ഗ്രോത്ത് എന്നുള്ള രീതിയിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ലെങ്കിലും ഇതേ രീതിയിൽ ഈ കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്താൽ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധ്യതയുള്ള ബാങ്കാണ് ഫെഡറൽ ബാങ്ക് എന്ന് പറയുന്നത്. നമുക്ക് എന്തായാലും എല്ലാ ക്വാർട്ടറിലും റിസൾട്ട് വരുമ്പോഴത്തേന് ഈ നമ്പേഴ്സ് ഒക്കെ എങ്ങനെ പെർഫോം ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതുപോലെ തന്നെ നിങ്ങളും ഈ പറഞ്ഞ പോലെ ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ ആയിട്ട് എടുക്കാതെ ബാങ്കിനെ കൃത്യമായിട്ട് സ്റ്റഡി ചെയ്യാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ വേറെ ബാങ്കുകളിലൊക്കെ ഇതേപോലെ മൂവ്മെന്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്നുള്ള കാര്യവും കൃത്യമായിട്ട് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഈ വീഡിയോ യൂസ് ചെയ്യുക. കൃത്യമായിട്ട് ബാക്കിയുള്ള ബാങ്കുകളിലും ഇതേപോലെ അതിലേക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യം നോക്കുക. ഇമ്പ്രൂവ്മെന്റ് വരുന്നുണ്ടോ, അല്ലെങ്കിൽ മോശമായിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ചില ക്വാർട്ടറുകളിൽ നന്നാവുകയും പിന്നീട് അവിടെ നിന്ന് മോശമാവുകയും ആ ഒരു രീതിയിലൊക്കെയാണ് പെർഫോം ചെയ്യുന്ന ബാങ്കുകൾ. സോ ആ രീതിയിലൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ധാരണ കാര്യങ്ങളൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം.